രണ്ട് മൂന്ന് പേഷ്യൻസിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാലൻസ് ആയ പേഷ്യൻസിന്റെ റിസൾട്ടിനെ പറ്റിയാണ്. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പേഷ്യന്റ്, ആൾക്ക് വലിയ ഏജ് ഒന്നുമില്ല, പക്ഷെ ക്രൗൺ ഏരിയയിലും അതേപോലെ കുറച്ച് മിഡിൽ പോർഷനും ഭയങ്കര തിന്നിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബാലൻസ് ആണ് ആൾക്കുണ്ടായത്. ആൾക്ക് നമ്മൾ എന്നിട്ട് SCT ചെയ്ത് കൊടുത്തു. 2 സിറ്റിങ്ങും പിന്നെ ഒരു ബൂസ്റ്ററും ആണ് ചെയ്ത് കൊടുത്തത്. 2 സിറ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ ഫസ്റ്റ് സെഷനും സെക്കൻഡ് സെഷനും തീർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബൂസ്റ്റിംഗ് ആണ് ചെയ്തത്. അത് ഏകദേശം ഒരു 50 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് കൊടുത്തത്. ആൾക്ക് കൊടുത്ത ടാബ്ലറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ന് ബയോട്ടിൻ കൊടുത്തിരുന്നു, പിന്നെ വിറ്റാമിൻ D3ന്റെ 60K യൂണിറ്റ് ആഴ്ചയിൽ ഒരിക്കലും വെച്ച് കഴിക്കാനും കൊടുത്തിരുന്നു. ഇത്രയാണ് നമ്മൾ കൊടുത്തത്. പിന്നെ ഒരു സിറവും കൊടുത്തു. ഇത് വെച്ചിട്ട് മൂപ്പർക്ക് ഒരു ഡെർമാ റോളർ കൊടുത്തിരുന്നു. അതെങ്ങനെയാ വെച്ചാൽ ജസ്റ്റ് ടച്ച് സ്റ്റിമുലേഷൻ വഴി മാത്രം യൂസ് ചെയ്യാതെ, പ്രസ് ചെയ്യാതെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് റോൾ ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ അപ്ലൈയിങ് സിറം. അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പുള്ളി ബൂസ്റ്റർ എടുക്കാൻ വന്നപ്പോൾ റിസൾട്ട് ആണ്. അതായത് ഫൈനൽ റിസൾട്ട് അല്ല, ബൂസ്റ്റർ എടുക്കാൻ വന്നപ്പോൾ ഉണ്ടായ ചേഞ്ച് ആണ്. ബൂസ്റ്റർ എടുത്തു കഴിഞ്ഞ് ഏകദേശം 8 മന്ത്സ് വരെ ഇതിന്റെ റിസൾട്ടിന്റെ പ്രോഗ്രഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, പ്രോഗ്രസീവ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് ചേരും കൂടി ഫില്ല് ചെയ്യാണ്ട് അതും കൂടെ ഫില്ല് ആയി. നമ്മൾ ജസ്റ്റ് കാണിക്കുകയാണ് ബൂസ്റ്റർ വന്നപ്പോഴുള്ള ചേഞ്ച്. ഇതാണ് പേഷ്യന്റിന്റെ ക്രൗൺ ഏരിയ ഫില്ലായി, ഓൾമോസ്റ്റ് ഇനി കുറച്ചും കൂടി ഏരിയ ഫില്ല് ആവാണ്ട്, ബാക്കി മിഡിൽ പോർഷനും ഫില്ലായിട്ടുണ്ട്. ഏജ് വലിയ പ്രായമൊന്നുമില്ല, പെട്ടെന്ന് ഫില്ലായി. അത് വിത്തിൻ പീരീഡ് ഓഫ് ലൈക്ക് ഒരു 45 to 50 ഡേയ്സിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് പേഷ്യന്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓൾമോസ്റ്റ് ആൾക്ക് ബാക്ക് സൈഡ് തൊട്ട്, അതായത് ക്രൗൺ പോർഷൻ തൊട്ട് ഫ്രണ്ട് ഏരിയ വരെ ഒരു 4 സെന്റിമീറ്റർ വീതിയിൽ ബാലൻസ് ആണ്. അവിടെ മൊത്തം ഹെയർ പോയിട്ടുണ്ട്. ആൾക്ക് ഓൾമോസ്റ്റ് ഒരു 5 to 6 ഇയേഴ്സ് ആയിട്ട് ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ PhD മൂലമുള്ള ഒരു ഹെയർ ഫോൾ ആണ് അത് ആക്ച്വലി. പിന്നെ പുള്ളിന്റെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൂടി കാരണം ഹെയർ പോയി. അത് നമ്മൾ എന്താ സൊല്യൂഷൻ ആയിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ SCT ചെയ്യാൻ പറഞ്ഞു. ഫസ്റ്റ് സെഷൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 10 ദിവസം കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ബൂസ്റ്റർ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ ബൂസ്റ്റർ ഓൾമോസ്റ്റ് ഒരു 50 ഡേയ്സ് ആഫ്റ്റർ ദ സെക്കൻഡ് സെഷൻ ബൂസ്റ്റർ എടുത്തു. ആൾക്ക് ഇപ്പോഴുള്ള ചേഞ്ച് ആണ് നിങ്ങൾ കാണുന്നത്. ആ ചേഞ്ച് എന്ന് വെച്ചാൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു 50 ഡേയ്സ് അല്ലെ, അതായത് 2 മാസത്തിൽ ആ ഒരു ടൈം പീരീഡിലാണ് ആൾക്കിന് റിസൾട്ട് വന്നത്. ഇത് പ്രോഗ്രസീവ് ആണ്, ഇത് ഫൈനൽ റിസൾട്ട് അല്ല. ഈ നമ്മൾ ബൂസ്റ്റർ വന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണത്. ഇനി പേഷ്യന്റിനെ നമ്മൾ റിവ്യൂവിന് വിളിക്കും. ആ സമയത്ത് വരുമ്പോൾ അടുത്ത ഫോട്ടോ എടുക്കും. അപ്പോൾ റിവ്യൂവിന് ജസ്റ്റ് വന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. GFC അങ്ങനെയൊന്നും ഇപ്പൊ തന്നെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജസ്റ്റ് നമ്മൾ കണ്ടീഷൻ നോക്കി ആള് അഡ്വൈസ് ചെയ്ത് വിടുകയാണ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ കവർ ആയിട്ടുണ്ട് വിത്തിൻ പീരീഡ് ഓഫ് 2 months. രണ്ടാമത്തെ കേസ് പറയാൻ പോകുന്നത് ഇതേപോലെ ഒരു 35 ഇയേഴ്സ് ഏജ് ഉള്ള പേഷ്യന്റ് ആണ്. ആൾക്ക് ഓൾമോസ്റ്റ് ക്രൗൺ ഏരിയ തൊട്ട് ഫ്രണ്ട് ഫ്രോണ്ടൽ ഏരിയ വരെ ഒരു 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ വൈഡ് ഫുൾ ബാൽഡ് ആണ്. ആ ആൾക്ക് നമ്മൾ കൊടുത്തത് ഇതേപോലെ തന്നെ 2 സിറ്റിങ്ങും ഒരു ബൂസ്റ്ററുമാണ് SCT കൊടുത്തത്. അത് 2 സിറ്റിംഗ് തമ്മിൽ ഓൾമോസ്റ്റ് ഒരു 10 ഡേയ്സ് ഗ്യാപ്പിലാണ് ചെയ്തത്. അതേപോലെ ബൂസ്റ്റർ ഓൾമോസ്റ്റ് 45 to 50 ഡേയ്സ് ഇന്നലെ വന്നിട്ടാണ് ആള് ബൂസ്റ്റർ എടുത്തത്. അപ്പൊ ഇന്നലത്തെ കണ്ടീഷൻ കാണിച്ചു തരാം. അപ്പോ അതായത് ഓൾമോസ്റ്റ് ഒരു 50 ഡേയ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ ടോട്ടൽ റിസൾട്ട് വന്നിട്ട്. ഇതാണ് ആളെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ക്രൗൺ ഏരിയ ഇച്ചിരി കൂടി ഫില്ല് ചെയ്യാനുള്ളത് മാത്രം, ബാക്കിയെല്ലാം ഫുള്ള് കിട്ടിയിട്ടുണ്ട്. ആള് നല്ല ഹാപ്പിയാണ്. കൊടുത്തത് ബയോട്ടിനും സെയിം, ബയോട്ടിനും വിറ്റാമിൻ ഡിയും സിറവും കൊടുത്തു. ഡെർമാ റോളർ മാത്രം നമ്മൾ കൊടുത്തത്. പിന്നെ SCTന്റെ നമ്മൾ ഫസ്റ്റ് സെഷൻ സെക്കൻഡ് സെഷൻ ആൻഡ് ബൂസ്റ്റർ കൊടുത്തു. ബൂസ്റ്ററിൽ ഉള്ള മാറ്റാണ് ഇത്. ഇനിയും പ്രോഗ്രഷൻ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 8 മന്ത്സ് വരെ ഇതിന്റെ റിസൾട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇനി അടുത്ത സെഷനിൽ ഒന്നും GFC അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. അത് ഇനി വല്ല കൊഴിച്ചിലോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നാണ് അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഒരു 3 months കഴിഞ്ഞിട്ട് ഒന്ന് കണ്ടീഷൻ ഒന്ന് അറിയാൻ മതി.